Good morning. Good morning. Prayer start ചെയ്യുന്നത് കേട്ടോ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അറിയാതെ തോന്നിടമേ. താങ്ക് യു മാം. Okay, thank you. Thought of the day. ഞാൻ പറയാം മാം. The greatest sign of success for a teacher is to be able to say, the children are now working as if I did not exist. Maria Montessori. Good morning, welcome ma'am, and welcome dear friends. Okay. PDF കാണാമോ? കാണാം. സെമിനാർ അല്ലേ നിങ്ങൾക്ക്? അതെ മാം. ഫസ്റ്റ് ആരാണ്? റിപ്പോർട്ടിംഗ് ഫങ്ഷൻസും റിപ്പോർട്ടിംഗിന്റെ പ്രിൻസിപ്പിൾസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. ആരൊക്കെയായിരുന്നു അത്? ജ്യോതിയായിരുന്നു. റിപ്പോർട്ടിംഗ് ഞാനാണ്, ഷീല. സൂപ്പർവൈസറി ഫങ്ഷൻസ് ജ്യോതി, പ്രിൻസിപ്പൽസ് ഞാന്. ജ്യോതി കേറില്ലാന്ന് പറഞ്ഞു, വയ്യാന്ന് പറഞ്ഞു. ജ്യോതിക്ക് വയ്യ മാം. ആരാ എടുക്കുന്നേ? ജ്യോതിക്ക് പകരം ഞാനാണ്. റെഡിയാണോ എടുക്കാൻ? റെഡിയാണോ? റെഡിയാണ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. സൂപ്പർവൈസറി ഫങ്ഷൻസ് എന്നത് ഒരു സ്ഥാപനത്തിലെ ജോലി നിയന്ത്രിക്കുകയും മെച്ചപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ മറ്റുള്ള തൊഴിലാളികളെ ആര് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ആര് പ്രോത്സാഹനം കൊടുക്കണം, അതിലെ മെയിൻ ഉദ്യോഗസ്ഥന്മാര് എന്ത് ചെയ്യണം? പ്രോത്സാഹനം കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർവൈസറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ജോലി ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, തെറ്റുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കുക. അതായത് ആണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള ടീച്ചേഴ്സ് അവർ ചെയ്യുന്ന ജോലികൾ ശ്രദ്ധിക്കുക. അവരെന്തെങ്കിലും തെറ്റായ രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ രീതിയിലല്ല എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ തെറ്റുകൾ എന്ത് ചെയ്യുക? ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്.
പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അതായത് മറ്റുള്ള ടീച്ചേഴ്സുമാരുമായിട്ട് നമ്മുടെ നല്ല ബന്ധം സ്ഥാപിക്കുക. അവരെ പഠിപ്പിക്കാണ്ട് അവരുടെ ഒരു കഴിവ് സ്വാതന്ത്ര്യം കൊടുക്കുക. പിന്നെ മൂന്നാമതായി പറയുന്നത് ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. ഏതൊരു കാര്യത്തിനും മുന്നോടിയായിട്ട് പ്ലാനിങ് അല്ലെങ്കിൽ റിസർച്ച് ഇതെല്ലാം നടത്തണം. നമ്മൾ വെറുതെ പോയിട്ട് ഒരു കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയായ രീതിയിൽ നടന്നുകൊള്ളണമെന്നില്ല. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നന്നായി പ്ലാൻ ചെയ്യുക, റിസർച്ച് ഒക്കെ നടത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹലോ പറയൂ മാം. റേഞ്ച് കുറവാണ് നഫ്സില. ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും മുന്നോടിയായിട്ട് പ്ലാനിങ് അല്ലെങ്കിൽ റിസർച്ച് നടത്തുക. നമ്മൾ ഓടിച്ചെന്നിട്ട് ഒരു കാര്യം ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. അതിന് മുന്നേ ആയിട്ട് അതിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ശേഖരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ. അല്ലാന്നുണ്ടെങ്കിൽ സ്ഥാപനം എന്ന് മാത്രമല്ല വേറെ എന്തുവാണെങ്കിലും നമ്മൾ പ്ലാനിങ് വേണം, റിസർച്ച് കൂടെ വേണം. നമ്മുടെ ടീമിലുള്ള അംഗങ്ങളെ എന്ത് ചെയ്യണം, ഉത്സാഹപ്പെടുത്തണം. അവരുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ടീം അംഗങ്ങളെ പ്രോത്സാഹനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് പ്രിൻസിപ്പൽ സാറാണ് റിപ്പോർട്ടിംഗ്. ഞാനാണ് മാം. സുമയ്യ. പറയും. പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരു നിരന്തര പ്രക്രിയയാണ്. റിപ്പോർട്ടിംഗ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഏർലി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ കുട്ടികളുടെ പ്രോഗ്രസ് നമ്മൾ വീക്കിലി ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് അവരെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നുണ്ട് കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പാർഷ്യൽ. ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് ഷുഡ് നോട്ട് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷണൽ. നിഷ്പക്ഷതയും വികാരരഹിതത്വവും ആയിരിക്കണം റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് റിപ്പോർട്ട് പേഴ്സണൽ ഇമോഷൻസോ ബിയാസ് അഥവാ പക്ഷാഭേദമില്ലാതെയും ഫാക്ട് ബേസിലും ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടതുള്ളത്. ഇതില് ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിലയബിലിറ്റി അഥവാ വിശ്വസനീയത നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഈസ് നോട്ട് ഓൺലി എക്സ്പ്ലനേറ്ററി ആൻഡ് ഇൻസ്ട്രക്ഷണൽ ബട്ട് ആൾസോ കറക്ഷണൽ ആൻഡ് മോട്ടിവേഷണൽ. വിവരണാത്മകവും മാർഗനിർദ്ദേശപരവും തിരുത്തൽ സ്വഭാവമുള്ളതുമായിരിക്കണം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് നോട്ട് ഓൺലി ഡിസ്ക്രൈബ്സ് ഓർ എക്സ്പ്ലനേറ്ററി ബട്ട് ആൾസോ ഇൻസ്ട്രക്ഷണൽ, അതായത് വാട്ട് നെക്സ്റ്റ് ടു ഡു എന്നതും കറക്ഷണൽ ആയതും, അതായത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസിലൂടെ ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് റിപ്പോർട്ടിംഗ് ഈസ് ഡൺ ബൈ ദ സുപ്പീരിയർ ടു ദി സബോർഡിനേറ്റ്സ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരാൾ മാത്രമായിട്ടുള്ള റിപ്പോർട്ടിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2-way പ്രോസസ് ആണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടിംഗ് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും മാത്രമല്ല, സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിലും റിപ്പോർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫീഡ്ബാക്ക് സിസ്റ്റം ആയാൽ എഫക്റ്റീവ് സൂപ്പർവിഷൻ നടക്കുമെന്നാണ് ഈ പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ പ്രോഗ്രസ് ടീച്ചർ പ്രിൻസിപ്പലിനോട് നമ്മൾ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയും പ്രിൻസിപ്പൽ കുറെ സജഷൻസ് ടീച്ചർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പ്രിൻസിപ്പലും ടീച്ചറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് 2-3 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി, അതായത് റിപ്പോർട്ട് ക്ലിയർ ആയിരിക്കണം.
ടൈംലിനെസ് ആയിരിക്കണം. റിപ്പോർട്ട് ഡിലേ ഇല്ലാതെ കറക്റ്റ് ടൈമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റെലവൻസ് ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആയത് യൂസ്ഫുൾ ഫാക്റ്റും മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് 3 നമ്മൾ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ്, അൺബിയാസ്ഡ്, കണ്ടിന്യൂസ് ആൻഡ് യൂസ്ഫുൾ. പ്രോപ്പർ റിപ്പോർട്ടിംഗ് വഴി എഫക്റ്റീവ് സൂപ്പർവിഷനും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങും ചൈൽഡ് ഡെവലപ്മെന്റ് ട്രാക്കിങ്ങും എല്ലാം ചെയ്യാൻ സാധിക്കുന്നു. താങ്ക് യു മാം. Okay, very good. Very good, Sneha. Okay. നൗസില പറഞ്ഞപ്പോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നൗസില ക്ലിയർ ആയിരുന്നില്ല ചില ഭാഗങ്ങള്. കുഴപ്പമില്ല കേട്ടോ. നൗസില കേൾക്കുന്നുണ്ടോ? നൗസില കേൾക്കുന്നില്ല, പോയോ? Then റിപ്പോർട്ടിംഗ് ആരാണ്? ഞാനാ മാം. റഷീദ. ഓക്കെ, പറയാം. Good morning, ma'am. Good morning, all. Reporting. It essentially informal relations. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. Sensitivity to needs, promoting personal development, removing restraints, and maximizing freedom of action. It is keeping to whom the executive responsible is informed as to what is going on, keeping himself and his subordinates informed through record, research, and inspection. It is keeping to whom the executive responsible is informed as to what is going on, keeping himself and his subordinates informed through records, research, and analysis. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മേലുദ്യോഗസ്ഥനും അവരുടെ സഹപ്രവർത്തകരും അറിയുന്ന വിധത്തിൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണ് റിപ്പോർട്ടിംഗ്. ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അനൗപചാരിക ബന്ധങ്ങളെ ശക്തമാക്കുന്നു, ആവശ്യങ്ങളെ തിരിച്ചറിയുന്നതിനും പ്രതികരിക്കുന്നതിനും സഹായിക്കുന്നു, വ്യക്തിഗത വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും വഴിയൊരുക്കുന്നു, നിയന്ത്രണങ്ങളും തടസ്സങ്ങളും നീക്കി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് കൈമാറുക? റെക്കോർഡ്സ്, റിസർച്ച്, ഇൻസ്പെക്ഷൻ, അനലൈസിസ്, ഇതൊക്കെയാണ് കൈമാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു മേലുദ്യോഗസ്ഥൻ തന്നെ അറിയുകയും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിപ്പോർട്ടിംഗ്. ചുരുക്കി പറഞ്ഞതാണ്. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ആണ്. റിപ്പോർട്ടിംഗിന്റെ പ്രിൻസിപ്പിൾസ് 4 എണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. Then objective in impartial emotions and sentiments should be not rolling motivational. Then in fourth point, third and fourth point, reporting is done by superiors to subordinate and vice versa. Then അതേപോലെ തന്നെ സൂപ്പർവിഷന്റെയും ഫങ്ഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ ഒരു ഭാഗമുണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ക്ലാസ്സിൽ 3 ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞില്ലേ ടെക്നിക്സ്. ആരൊക്കെയാണെന്നുള്ളത്? ഏതൊക്കെ സൂപ്പർവിഷൻസ് ആണുള്ളത്? സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷൻ വിസിറ്റ്, സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്, സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. അത് മൂന്നും പഠിക്കണം കേട്ടോ. ഓക്കെ, കേൾക്കണില്ല നിങ്ങള്? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയോ? ക്ലിയർ ആകുന്നില്ല. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ 3 പോയിന്റ്സ് ടീച്ചർ പറഞ്ഞിരുന്നില്ലേ? 3 ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ supervision through observational visits, supervision through individual conference, supervision over group conference. ആരൊക്കെ തമ്മിലാണ് നടത്തുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ചാപ്റ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഈ ഓരോന്നിന്റെ പ്രിൻസിപ്പിൾസ്. മാൻ ആൻഡ് എൻവയോൺമെന്റില് എത്ര സെമിനാർ എടുത്തു? നമ്മൾ ആരുടെ വരെ എടുത്തു? എയർ പൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടില്ലല്ലോ.
ആരാണ് ഇവയാണോ? ഇവയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടാവിരിക്കല. അടുത്ത ടോപ്പിക് ആരാന്ന് വെച്ചാൽ എടുത്തോളൂ. ഞാൻ എടുക്കാൻ പറഞ്ഞായിരുന്നു മാം, അത് എടുക്കണോ ഇപ്പൊ? ആരാണ്? ലാൻഡ് പൊല്യൂഷൻ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കാനുള്ള ആളില്ല. ഇവില്ല. ആബ്സെന്റ് ആണോ? ജോലി എടുത്തോളൂ കേട്ടോ. ലാൻഡ് പൊല്യൂഷൻ എടുത്തോളൂ. Respected ma'am and all, we are going to land pollution. First one, what is land pollution? Land pollution refers to the degradation or contamination of the earth's surface due to human activities or natural factors. മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലമോ അല്ലെങ്കിൽ പ്രകൃതി ഘടകങ്ങൾ മൂലമോ ഭൂമിയുടെ ഉപരിതലത്തിന്റെ നാശത്തെയോ അല്ലെങ്കിൽ മലിനീകരണത്തെയാണ് നമ്മൾ ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ ഭൂമലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then causes of land pollution. There are 3 main causes of land pollution. പ്രധാനമായിട്ട് 3 പ്രധാന ഘടകങ്ങൾ ലാൻഡ് പൊല്യൂഷൻ. So many reasons. Then main 3. They are overpopulation, deforestation and excessive use of chemicals. First one, overpopulation. Overpopulation can lead to increased more waste generation. A larger population generates more waste. ഒരു വലിയ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ കൂടുതൽ മാലിന്യം സൃഷ്ടിക്കും. If not managed properly, this can lead to land pollution. കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ ഭൂമലിനീകരണത്തിന് കാരണമാകും. Then land pollution, increased land use, വർദ്ധിച്ച ഭൂവിനിയോഗത്തിന് ഇത് കാരണമായി മാറും. Overpopulation can result in more land being used for housing, agriculture and other purposes, potentially leading to land degradation. അമിത ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഭവന നിർമ്മാണത്തിനും കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നതിന് കാരണമാകും. ഇത് ഭൂമിയുടെ നാശത്തിനായിട്ട് ഇടയാക്കും. Then strain on resources, വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദം. With more people, the demand for resources like food, water and space increases. കൂടുതൽ ആളുകൾ ഉള്ളതിനാൽ ഭക്ഷണം, വെള്ളം, സ്ഥലം തുടങ്ങിയ വിഭവങ്ങളുടെയൊക്കെ ആവശ്യം വർദ്ധിക്കുന്നു. ഇതും which can lead to affecting land quality. ലാൻഡിന്റെ ക്വാളിറ്റി ഇത് അഫക്റ്റ് ചെയ്യും. Then second cause of land pollution is deforestation, വനനശീകരണം. Deforestation contributes to soil erosion. വനനശീകരണം എന്ന് പറയുന്നത് മണ്ണൊലിപ്പിന് കാരണമായി തീരും. Without trees, soil can be washed away by rain or wind. മരങ്ങളില്ലെങ്കിൽ മഴയോ കാറ്റോ മണ്ണിനെ ഒലിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടയാക്കും. Leading to loss of fertile land. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠതയൊക്കെ നശിപ്പിക്കും. Loss of biodiversity, ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം. Removing forests disrupts ecosystem. അതായത് വനങ്ങൾ നശിപ്പിക്കുന്നത് ആവാസ വ്യവസ്ഥയൊക്കെ നശിപ്പിക്കും. തടസ്സപ്പെടുത്തും. അഫക്റ്റും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളെ മൃഗങ്ങളെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. Then impact on soil quality, മണ്ണിന്റെ ഗുണനിലവാരത്തെ ഇത് ബാധിക്കും. Then environmental impacts, പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാക്കും. Deforestation affects not just the land but also contributes to climate change and alterate local water cycle. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വനനശീകരണം ഭൂമിയെ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിന്, പ്രാദേശിക ജലചക്രങ്ങളെയൊക്കെ മാറ്റി ഇതിനെല്ലാം കാരണമായി തീരും. Then first one, overpopulation. Then second, deforestation. Third cause of land pollution is excessive use of chemicals. രാസവസ്തുക്കളുടെ അമിത ഉപയോഗം. The excessive use of chemicals like pesticides and fertilizers in agriculture can lead to land pollution. അത് കീടനാശിനികള്, വളങ്ങള് തുടങ്ങിയ കൃഷിയിടങ്ങളിലെ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത് ഭൂമലിനീകരണത്തിന് കാരണമായി തീരും. How chemicals contribute to land pollution? എങ്ങനെയാണ് രാസവസ്തുക്കൾ ഭൂമലിനീകരണത്തിന് സംഭാവന നൽകുന്നത്? ഫസ്റ്റ്, soil contamination. മണ്ണ് മലിനീകരിക്കുന്നു. Chemicals can seep into soil, affecting its fertility and potentially harming plants, animals and groundwater. രാസവസ്തുക്കൾ മണ്ണിലേക്ക് അരിച്ചെന്ന് ഇറങ്ങുകയും അതിന്റെ ഫലപുഷ്ടതയെ ബാധിക്കുകയും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭൂഗർഭജലത്തിനും ഒക്കെ ഇത് ദോഷം വരുത്തും. Then impact on ecosystem, ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട് രാസവസ്തുക്കളുടെ അമിത ഉപയോഗം. Then potential for run off, ഒഴുക്ക് സാധ്യത.
chemicals can wash into nearby water bodies, causing border environmental issues. സമീപത്തുള്ള ജലാശയങ്ങളിലേക്ക് ഇത് ഒഴുകി ഇറങ്ങുകയും വിശാലമായ പരിസ്ഥിതികൾക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. Then consequences of land pollution. ഭൂമലിനീകരണം കൊണ്ടുള്ള consequences. There are three main consequences. First one, decrease in farmlands, then decrease in fertility, then imbalance in the constitution of the atmosphere. First one, decrease in farmlands. കൃഷിയിടങ്ങളുടെ കുറവ്. Land pollution can lead to a decrease in usable farmland. ഭൂമലിനീകരണം ഉപയോഗയോഗ്യമായ കൃഷിഭൂമിയുടെ കുറവ് വരുത്തും. How land pollution affect to farmland? എങ്ങനെയാണ് ഭൂമലിനീകരണം കൃഷിഭൂമിയെ അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, soil degradation, മണ്ണിന്റെ ശോഷണം മൂലം. Then second, reduced fertility, ഫലഭൂഷ്ഠത കുറയുന്നത് മൂലം. Then third, land becoming unusable, ഭൂമി ഉപയോഗശൂന്യമാക്കുന്നു. Then economic impacts in farmers, കർഷകരിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. Then reduced crop yields, വിളവ് കുറയുന്നു. Then food safety concern, ഭക്ഷ്യ സുരക്ഷാ ആശങ്കകൾ വരുത്തുന്നു. These are the causes of affecting farmland. Then decrease in fertility, ഭൂമലിനീകരണം മൂലം മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറയുന്നു. How land pollution affect fertility? എങ്ങനെയാണ് ഫലഭൂഷ്ഠത land pollution affect ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, contamination of soil. pollutants like chemicals or heavy can harm soil health. രാസവസ്തുക്കളോ അല്ലെങ്കിൽ ഖനലോഹങ്ങളോ പോലുള്ള മാലിന്യങ്ങൾ മണ്ണിന്റെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കും. Then reduced plant growth, ചെടികളുടെ വളർച്ച കുറയുന്നു. Polluted soil may not support healthy plant. അതായത് polluted soil healthy plant ഗ്രോത്തിന് may not support ചെയ്യുന്നില്ല. Then imbalance in the constitution of the atmosphere, ഭൂമലിനീകരണം മൂലം അന്തരീക്ഷ ഘടനയിലെ അസന്തുലിതാവസ്ഥ. ഫസ്റ്റ് വൺ, റിലീസ് ഓഫ് പൊല്യൂട്ടൻസ്, മലിനീകരണ വസ്തുക്കളുടെ പ്രകാശന, രാസവസ്തുക്കളും മാലിന്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ലാൻഡിൽ നിന്ന് ലീഡ് ടു എക്സ്പ്ലോറേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ടു ദി എയർ, വായുവിലേക്ക് മാലിന്യങ്ങൾ ബാഷ്പീകരിക്കപ്പെടും. ദാറ്റ് ഈസ് ദ കോസ് ഓഫ് ഇംബാലൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. Then impact of vegetation, സസ്യജാലങ്ങളെ ഇത് ബാധിക്കും. അതായത് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ക്യാൻ ഇൻഫ്ലുവൻസ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ ആൻഡ് ഓക്സിജൻ റിലീസ്. പ്ലാന്റ്സും ട്രീസും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും ഓക്സിജനെ റിലീസ് ചെയ്യാനും ഒക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ അങ്ങനെ ലാൻഡ് പൊല്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നു. Then soil erosion, മേജർ ഡ്രൈവേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻബാലൻസ് ടിപ്പിക്കലി ഇൻക്ലൂഡ്, അതായത് അന്തരീക്ഷത്തിലെ അസന്തുലിതാവസ്ഥയിൽ പ്രധാന ഘടകങ്ങളിൽ സാധാരണയായിട്ട് emissions from burning fossil fuels, deforestation and industrial activities. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, വനനശീകരണം, വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഇംബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ലാൻഡ് പൊല്യൂഷനിൽ വരുന്ന കോൺസിക്വൻസസ്. കോൺസിക്വൻസസ് ഏതെങ്കിലും ഒരു പോയിന്റ് ടെക്സ്റ്റിൽ തെളിയാത്തതുണ്ടോ? ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ട്, രണ്ടാമത്തെ കോൺസിക്വൻസസ് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി ആണോ രണ്ടാമത്തെ എന്ന് പറയുമ്പോ? എന്റെ ടെസ്റ്റ് കോൺസിക്വൻസസിൽ എന്റേതിലുള്ളത് ഡിക്രീസ് ഇൻ ഫാം ലാൻഡ്, അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, അതുണ്ട്, അതും പറഞ്ഞു. മൂന്നാമത് ഇംബാലൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ഈ മൂന്നെണ്ണം എന്റെ ടെസ്റ്റിലുള്ള, അത് മൂന്നും പറഞ്ഞു. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ ഒരു കോൺസിക്വൻസസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കുഴപ്പമില്ല. അതെന്നേരം പഠിക്കണോ? അതെന്റെ ടെസ്റ്റിൽ ഇല്ല, അത് പഠിക്കണോ? പ്രശ്നമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. സൗണ്ട് പൊല്യൂഷൻ എടുത്തതല്ലേ? സൗണ്ട് പൊല്യൂഷൻ എടുത്തു, റേഡിയേഷൻ പൊല്യൂഷൻ എടുത്തു. Then major global environmental threats ആരാണ്? താങ്ക് യു ചോറി. ആരാണ് മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്? ആരൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് തസ്നിയാണ്. ഫസ്റ്റ് 3 പോയിന്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. തസ്നിയുണ്ടോ?
ഫ്രൈഡേ ആരും ഇനി സെമിനാറിന് പ്രിപ്പയർഡ് ആവണ്ട. ഫ്രൈഡേ എന്തായാലും ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. സെന്റൻസസ് മാം സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഉള്ളവരെടുക്കുക. മാം 3 പോയിന്റാണ് ടെസ്റ്റിന് എടുക്കാൻ പറഞ്ഞത്. എന്താ 3 പോയിന്റാണ് ടെസ്റ്റിന് എടുക്കേണ്ടത്. ടെസ്റ്റിന് ഇല്ലെങ്കിൽ 4ാമത്തെ പോയിന്റിൽ ഓക്കെ, ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ, ഗ്രീൻ ഹൗസ്, ഡിഫോറസ്റ്റേഷൻ ആണ് ടെസ്റ്റിന്റെ ടോപ്പിക്. അത് കഴിഞ്ഞിട്ടുള്ള ആള് റെഡി ആണോ പൊല്യൂഷൻ തുടങ്ങിയെടുക്കാൻ? 4, 5, 6 പോയിന്റ് സിനു ആണ്. പക്ഷെ അവൾ എന്നോട് പ്രിപ്പയർഡ് ആവാൻ പറഞ്ഞിരുന്നു. അവൾക്കൊന്ന് കയറാൻ പറ്റില്ല പറഞ്ഞിരുന്നു. ഞാൻ റെഡിയാണ്. എടുത്തോ. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് ലാൻഡ് ആൻഡ് സൗണ്ട്. മേജർ ഗ്ലോബൽ എൻവിറോൺമെന്റൽ ത്രെഡ്സിൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പരിസ്ഥിതി ഭീഷണികളിൽ 4ാമത്തെ പോയിന്റാണ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. ഫസ്റ്റ് വൺ എയർ പൊല്യൂഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വായു മലിനീകരണം. അതിനുള്ള കാരണങ്ങൾ വാഹനങ്ങളുടെ പുക, വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന പുക, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉള്ള പുക, അതൊക്കെ തന്നെയാണ് വായു മലിനീകരണത്തിനുള്ള കാരണങ്ങൾ. അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ശ്വാസകോശ രോഗങ്ങളെ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെ, സസ്യജീവജാലങ്ങളുടെ നാശം, അത്രയാണ് എയർ പൊല്യൂഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. അതിൽ വ്യവസായ രാസമാലിന്യങ്ങളെ, മലിനജലം, പ്ലാസ്റ്റിക്, വിഷവസ്തുക്കളെ, കീടനാശിനികളെ, രാസവളം എന്നിവ വെള്ളത്തിലേക്ക് ഒഴുക്കുന്നതാണ് വാട്ടർ പൊല്യൂഷനുള്ള പ്രധാന കാരണങ്ങൾ. അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറവ്, ശുദ്ധജലക്ഷാമം, വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാനും കാരണമാവും. പിന്നെ ജലജീവികളുടെ നാശം, പിന്നെ കൃഷിക്ക് അനുയോജ്യമായ ജലത്തിൻ്റെ കുറവ്, ഇതൊക്കെ അതിൽ വരുന്ന കോൺസിക്വൻസസ് ആണ്. നെക്സ്റ്റ് വൺ സൗണ്ട് പൊല്യൂഷൻ. ശബ്ദമലിനീകരണത്തിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ അമിത ശബ്ദം, പിന്നെ വ്യവസായ യന്ത്രങ്ങളുടെ ശബ്ദം, ലൗഡ് സ്പീക്കർ, വിമാനത്തിൻ്റെയും ട്രെയിനിൻ്റെയും ഒക്കെ ശബ്ദം, ഇതൊക്കെ സൗണ്ട് പൊല്യൂഷന് കാരണമാവുന്നു. അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് കേൾവി ശക്തി നഷ്ടപ്പെടാൻ അത് കാരണമാവും. പിന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. പിന്നെ തലവേദന, ഉറക്കക്കുറവ്, വന്യജീവികളുടെ സ്വാഭാവിക ജീവിതം തകരും. ഓവർ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ മലിനീകരണങ്ങളെല്ലാം മനുഷ്യ ജീവിതത്തെയും പരിസ്ഥിതിയെയും ഗുരുതരമായി തന്നെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആസിഡ് പ്രസിപ്പിറ്റേഷൻ റെയിൻ. ആസിഡ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് മഴയാണ് പറയുന്നത്. ആസിഡ് മഴ എന്ന് വെച്ചാൽ വ്യവസായങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ വെള്ളവുമായി ചേർന്ന് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ഉണ്ടാകുന്നു. ഇത് മഴയായിട്ട് പെയ്യുമ്പോൾ ആസിഡ് മഴയായിട്ട് മാറുന്നു. ഇതാണ് ആസിഡ് മഴ. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ സംഭവം വ്യവസായ വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, ഇന്ധനങ്ങൾ മീൻസ് കൽക്കരി, ഡീസൽ, പെട്രോള്, പിന്നെ അതാണ് ആസിഡ് മഴയ്ക്ക് കാരണം. പിന്നെ അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് കെട്ടിടങ്ങള്, ചരിത്ര സ്മാരകങ്ങളുടെ നാശം. ആസിഡ് മഴ പെയ്തു കഴിഞ്ഞാൽ കെട്ടിടങ്ങളും സ്മാരകങ്ങളൊക്കെ നശിക്കാൻ കാരണമാവും. പിന്നെ മണ്ണിന്റെ ഗുണം കുറയും. പിന്നെ അത് കൃഷിയെ കൂടുതലായിട്ട് ബാധിക്കും. ജലാശയങ്ങൾ മലിനമാക്കും. മനുഷ്യരില് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകും. 6ാമത്തെ പോയിന്റ് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷമാലിന്യങ്ങൾ, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. വ്യവസായങ്ങള്, ആശുപത്രികള്, ആണവ നിലയങ്ങള് എന്നിവയിൽ നിന്ന് പുറപ്പെടുന്ന രാസവസ്തുക്കളാണ് ടോക്സിക് വേസ്റ്റ്. ഇത് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ നേരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. വിഷമാലിന്യങ്ങൾ നേരിട്ട് ജലത്തിലേക്കോ മണ്ണിലേക്കോ കളയുക. ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ നേരിട്ട് മണ്ണിലേക്കും വെള്ളത്തിലേക്കോ കളയുന്നത്. പിന്നെ മെഡിക്കൽ മാലിന്യങ്ങളെ, ആണവ നിലയങ്ങളിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളെ, പ്ലാസ്റ്റിക്, ബാറ്ററി എന്നിവ ശരിയായി സംസ്കരിക്കാതെ കളയുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ടോക്സിക് വേസ്റ്റ് കൂടുതൽ മാരകമാകുന്നത്. അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ മണ്ണും ജലവും മലിനമാകും. ക്യാൻസർ, ജന്മവൈകല്യം, ചർമ്മ രോഗങ്ങളെ, ശ്വാസകോശ ശരോഗങ്ങളെ എന്നിവയൊക്കെ പിടിപെടാൻ കാരണമാവും. പിന്നെ ജലജീവികളും കരജീവികളും വിഷബാധ മൂലം മരിക്കാൻ ഇത് കാരണമാവും. ഭക്ഷ്യ ശൃംഖലയെ തന്നെ ഇത് ബാധിക്കുന്നു.
ഇതിന്റെ ഏറ്റവും പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുക. പിന്നെ പൊതുജനങ്ങളിൽ ജനജാഗ്രത വളർത്തുക. ഇത്രയാണ് 3 പോയിന്റ്. മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് ആരാണ് സംസാരിച്ചത്? സെലീനയാണോ? സെലീന. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഇനി റിസോഴ്സ് ഡിപ്ലീഷൻ ആരാണ് എടുക്കുന്നത്? ഞാനാണ് മാം. ഫസാന. ഫസാനക്ക് അത് മാത്രമേ ഉള്ളൂ, ഇൻട്രോ മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എടുത്തോ. നെക്സ്റ്റ് പോയിന്റ് കേട്ടില്ല, എന്താണ്? ഫർസാന എടുക്കുന്ന 7ാമത്തെ പോയിന്റിൽ തൊട്ടടുത്ത പോയിന്റ് എനിക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോ എടുത്തത് സിനുവിന്റെയാണ്. ഓക്കെ, ശരി. റിസോഴ്സ് ഡിപ്ലീഷൻ, വിഭവശോഷണം. നമ്മുടെ പ്രകൃതി വിഭവങ്ങളായ ശുദ്ധജലം, ധാതുക്കൾ, വനങ്ങൾ, മത്സ്യസമ്പത്ത് എന്നിവയൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത് കാരണം അവയുടെ അളവ് കുറയുന്നതിനെയാണ് വിഭവശോഷണം എന്ന് പറയുന്നത്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഉപയോഗമാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. ഇത് ഭാവി തലമുറയ്ക്ക് വിഭവങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നയിക്കും. പ്രകൃതി വിഭവങ്ങളായ ശുദ്ധജലം, ധാതുക്കൾ, വനങ്ങൾ, മത്സ്യസമ്പത്ത് എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് കാരണമാണ് അവയുടെ അളവ് കുറയുന്നത്. ഇതിന് കാരണം മനുഷ്യൻ അനിയന്ത്രിതമായ ഉപയോഗങ്ങളാണ്. ഭാവി തലമുറയ്ക്ക് ഈ വിഭവങ്ങൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണിത്. റിസോഴ്സ് ഡിപ്ലേഷനിൽ അപ്പൊ എന്തൊക്കെ ഡിപ്ലേഷൻസ് ആണ് സംഭവിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലേഷൻ ഉണ്ടാകുന്നു, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി തകരുന്നു, ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാകുന്നു, ഓഷൻ റിസോഴ്സസ് തകരുന്നു, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഡിപ്ലേറ്റ് ആവുന്നു. ഓക്കെ, ഇതിൽ ടോപ്പിക്സ് ആരാന്ന് വെച്ചെടുത്തോളൂ കേട്ടോ. റിസോഴ്സ് ഡിപ്ലേഷനിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ആരാണ് എടുക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ ഞാനാണ് മാം. ഓക്കെ, പറഞ്ഞോ. ഡിഫ്ലക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തിന്റെ കുറവ്. ഭൂഗർഭജലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിന്റെ അടിയിൽ നിലകൊള്ളുന്ന ജലമാണ്. അത് കിണറുകൾ, ചാലുകളൊക്കെ വഴി ആളുകൾ ഉപയോഗിക്കുന്നു. ഭൂഗർഭജലം കുറഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമിതമായി വരുന്ന കിണറുകളാണ്. പിന്നെ ട്യൂബ് വെൽസ് വഴി വെള്ളം കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ മഴക്കുറവ്, വരൾച്ച, ഇത് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണമാണ്. വനനശീകരണം മൂലമുള്ള ജലശോഷണത്തിൽ കുറവ്. പിന്നെ വ്യവസായികവും നഗര വികസനവുമായി ബന്ധപ്പെട്ട അമിത ഉപയോഗം, ഇവയെല്ലാം ജലം കുറഞ്ഞു പോവാൻ കാരണമാകുന്നു. അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ വരും. പിന്നെ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാവും. പിന്നെ മണ്ണ് വരണ്ട് മരുഭൂമീകരണം ഉണ്ടാകാം. ലളിതമായി പറഞ്ഞാല് ഭൂഗർഭജലം അമിതമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവ് കുറയുന്നതിനെയാണ് ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവർ പറയൂ. ക്ലിയർ ആയി. നെക്സ്റ്റ് കഴിഞ്ഞോ? ഗ്രൗണ്ട് വാട്ടർ അത് കഴിഞ്ഞു മാം. നെക്സ്റ്റ് ഞാനാണ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡിഫ്ലക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മൃഗങ്ങള്, സസ്യങ്ങള്, പക്ഷികള്, സൂക്ഷ്മജീവികള് തുടങ്ങി മുഴുവൻ ജീവജാലങ്ങളും അവയുടെ എക്കോസിസ്റ്റം ഉൾപ്പെടുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മെയിൻ കാരണം ഒന്ന് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണ കാരണം ഒരുപാട് ജീവികൾക്ക് ജീവന് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്നാണ് പൊല്യൂഷൻ, വായു, വെള്ളം, മണ്ണ് ഇതൊക്കെ മലിനമാകുന്നത് കൊണ്ട് ഒരുപാട് നാശങ്ങൾ സംഭവിക്കുന്നു. പിന്നെ ഓവർ പോപ്പുലേഷൻ, ജനങ്ങൾ വരുന്നതിനനുസരിച്ച് തന്നെ കൃഷിയിടങ്ങളും മറ്റ് ഭൂമികളും ഒക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹണ്ടിങ് ആൻഡ് ഫിഷിങ്, മറ്റൊന്ന് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, പിന്നെ ചില ജീവികൾ, ചില അക്രമകാരികളായ ജീവികൾ, പിന്നെ ചില സസ്യങ്ങള്, അതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. പിന്നെ അതിന്റെ ഫലങ്ങൾ എന്താന്ന് വെച്ചാല് ചില ജീവികള് പൂർണ്ണമായി തന്നെ നശിക്കുന്നു, ഭക്ഷ്യശൃംഖല തകരാറിലാകുന്നു, എക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടുന്നു, മനുഷ്യന്റെ ജീവിതവും ഭാവിയും അപകടത്തിലാകുന്നു. അതിന് പരിഹാര മാർഗങ്ങള് വനസംരക്ഷണം,
മറ്റൊന്ന് വന്യജീവി സംരക്ഷണം, മലിനീകരണം കുറക്കുക, പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രം വികസനം നടത്തുക. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നത് മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ അപകടകാരിയാണ്. Thank you. Next, deflation of genetic variability. ഞാനാണ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഓൾ. റിഫ്ലക്ഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ജനറ്റിക് സയൻസ് എന്നാണ് പറയാം. ജനിതക ശാസ്ത്രം എന്നത് ജീനുകളെക്കുറിച്ചും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സ്വഭാവവിശേഷം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും DNA ഉണ്ട്. എല്ലാ കോശത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു അത്ഭുതകരമായ രാസവസ്തുവാണ് DNA. റിഫ്ലക്ഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ജനിതകപരമായ വ്യതിചലനത്തിലുള്ള സാധ്യതയാണ് ജനിതക വൈവിധ്യം. ഇത് ഒരു സ്പീഷീസിൽ വ്യക്തികൾക്കിടയിലുള്ള ജനിതക വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വ്യതിചലനം പരിസ്ഥിതിക്കനുസരിച്ച് ഒരു ജനതയ്ക്ക് പൊരുത്തപ്പെടാനും അതിജീവിക്കാനും സഹായിക്കുന്നു. കാരണം വൈവിധ്യമാർന്ന ഗുണങ്ങളുള്ള വ്യക്തികൾക്ക് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. Deflection of genetic variability refers how genetic drift and other factors alter the natural course of genetic variation in a population. Genetic drift, a random process, can cause alleles to be lost or become fixed, reducing genetic diversity, especially in small populations. Several factors lead to decrease in genetic variability. Habitat loss and fragmentation, genetic drift, inbreeding, strong selection pressure, population decline, etc. The important genetic variabilities. Adaptation, biodiversity. Adaptation. Genetic variation provides the raw material for the natural selection, allowing population to adapt the changing environmental conditions. Biodiversity. It is fundamental to the diversity of life on Earth, as seen in the variety of traits and characteristics within a species. Overall, deflection of genetic variability means ജനിതക വൈവിധ്യത്തിനുള്ള കാരണങ്ങളെ അല്ലെങ്കിൽ ജനിതക വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ മ്യൂട്ടേഷൻ, റീപ്രൊഡക്ഷൻ, ജീൻസ് എന്നിവ ഉൾപ്പെടുന്നു. ഇതൊരു ജീവിവർഗത്തിലെ പ്രകൃതിദത്തമായ വ്യതിയാനങ്ങളെ സൂചിപ്പിക്കുന്നു. പരിണാമത്തിനും പുതിയ ഇനങ്ങൾ രൂപപ്പെടുന്നതിനും സഹായിക്കുന്നു. താങ്ക് യു മാം. Okay. Genetic variability കഴിഞ്ഞു. Next എന്താണ്? Deflation of ocean bed resources. അതാണ് deflation of എനിക്കാണ് ആ ടോപ്പിക്. റിഫ്ലക്ഷൻ ഓഫ് ഓഷൻ. സമുദ്രത്തിന്റെ ശോഷണം അല്ലേ? Okay. ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ഡിഫ്ലക്ഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ് ആണ്. സമുദ്രജല വിഭവങ്ങളുടെ വ്യതിചലനം. ആദ്യം ഓഷൻ ബെഡ് റിസോഴ്സസ് എന്താണെന്ന് പറയാം. ഓഷൻ ബെഡ് റിസോഴ്സസ് റെഫേഴ്സ് ടു ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഫൗണ്ട് ഇൻ ഓഷ്യൻ ഇൻക്ലൂഡിംഗ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്, മിനറൽസ്, എനർജി സോഴ്സസ് ആൻഡ് വാട്ടർ. സമുദ്രജല വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള എല്ലാ ജലവിഭവങ്ങളും, അതിൽ പ്ലാന്റ്സ് ഉണ്ട്, ജലസസ്യങ്ങളുണ്ട്, മത്സ്യസമ്പത്ത്, ജലത്തിലുള്ള സൂക്ഷ്മജീവികൾ, പിന്നെ ഊർജ സ്രോതസ്സുകൾ, ധാതുക്കൾ, ഇതെല്ലാം ജലവിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. ഓഷൻ ബെഡ് റിസോഴ്സസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ത്രൂ ഡീപ് സീ മൈനിങ്, ട്രോളിംഗ് ആൻഡ് ഡ്രെഡ്ജിംഗ് ആൻഡ് ബീങ് ലോസ്റ്റ് ഓർ ബെറിഡ് ഡ്യൂ ടു പൊല്യൂഷൻ ലൈക്ക് പ്ലാസ്റ്റിക്. ഇനി ഇതെങ്ങനെ വ്യതിചലിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഡീപ് സീ മൈനിങ്, സമുദ്രത്തിലെ ഉൾഖനനം, ഡ്രെഡ്ജിങ്, മീൻപിടുത്തം, വലിയ തോതിലുള്ള മീൻപിടുത്തം, പിന്നെ പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. ഹ്യൂമൻസ് ആർ ദി പ്രൈമറി ഏജൻസ് ഓഫ് ഡിഫ്ലക്ഷൻ. ഈ വ്യതിചലനത്തിന് പ്രധാന കാരണം മനുഷ്യർ തന്നെയാണ്. ഇത് ജലസമ്പത്തിനെ ഹാനികരമാക്കുന്നു. ഡീപ് സീ മൈനിങ്, യൂസിങ് ഹെവി മെഷീനറി ടു കളക്ട് വാല്യുബിൾ മിനറൽസ്. ധാതുക്കളുടെ ഖനനത്തിന് വേണ്ടി ഹെവി മെഷീൻസ് ഉപയോഗിക്കുന്നു. ട്രോളിംഗ് ആൻഡ് ഡ്രെഡ്ജിങ്. ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞാൽ യന്ത്രം ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ വസ്തുക്കൾ ഖനനം ചെയ്യുകയോ അല്ലെങ്കിൽ ചെളി, മണ്ണ്, മാലിന്യങ്ങൾ, വെള്ളത്തിനടിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനോ ആണ് ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്. ഫിഷിംഗ് വെസൽസ് ആർ യൂസ് ലാർജ് നെറ്റ് ടു ഡ്രാഗ് അക്രോസ് സീബഡ് catching fish and damaging habitat. മീൻപിടുത്തക്കാർ വലിയ വലയും ഒക്കെ ഉപയോഗിച്ച് മത്സ്യസമ്പത്ത് ഹാനികരമാക്കുന്നുണ്ട്. Pollution, waste disposal, etc. are also another factor that deflect ocean bed resources. Sewage disposal, waste disposal, chemical waste disposal, factory waste disposal ഒക്കെ സമുദ്രജല വിഭവങ്ങളുടെ വ്യതിചലനത്തിന് കാരണമാകുന്നുണ്ട്.
ഇനി കോൺസിക്വൻസ്, ഇതിന്റെ അനന്തരഫലങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ ജലവിഭവങ്ങളുടെ ജലസമ്പത്തിന്റെ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഇമ്പാക്ട് ഓൺ മറൈൻ ലൈഫ്. ജലവിഭവങ്ങളുടെ മത്സ്യസമ്പത്തിന്, സൂക്ഷ്മജീവികൾക്ക് ഇതിന്റെ എല്ലാം ജീവന് ഹാനികരമാണ്. സ്ലോ റിക്കവറി, ഈ നശിച്ചു പോകുന്ന ജലവിഭവങ്ങൾ തിരിച്ച് റിക്കവർ ആകാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വെക്കും. ഇത് ഫ്യൂച്ചർ ജനറേഷന് നമ്മൾ അഫക്റ്റ് ബാലൻസ് ഓഫ് അക്വാറ്റിക് സിസ്റ്റം, ജലസമ്പത്തിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുന്നു. റിഡക്ഷൻ മെത്തേഡ്, ഇത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്ന് നോക്കാം. മെഷീൻ ക്രിയേറ്റിംഗ് സ്മോളർ ആൻഡ് ലെസ് ടോക്സിക് സെഡിമെന്റ്സ്. ഹെവി മെഷീന് പകരം ലെസ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കാം. ദെൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഫിഷിംഗ് കൺട്രോൾഡ് ഫിഷിംഗ് ആയിരിക്കണം. കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഫിഷിനെയും ബാക്കി അക്വാറ്റിക് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾഡ് ഫിഷിംഗ് യൂസ് ചെയ്യാം. ദെൻ അവോയ്ഡ് മൈനിങ്, ഖനനം, ജലത്തിലെ ഖനനം അവോയ്ഡ് ചെയ്ത്. ഓക്കെ മാം. Okay, yes, very good. Deflection of ocean with resources clear ആണോ നിങ്ങൾക്ക്? യെസ് മാം, ക്ലിയർ ആണ്. Yes. ഞാനാണ്. അടുത്തത് ഡിഫ്ലേഷൻ ഓഫ് നോൺ റീനബിൾ റിസോഴ്സസ്. ആരാണ്? ഞാനാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. പറഞ്ഞോളൂ. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണമാണ് റിസോഴ്സസ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് പുതുക്കാനാകാത്തതിനേക്കാൾ വേഗതയിൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് അവയുടെ അളവ് ഭൂമിയിൽ കുറയുന്ന പ്രക്രിയയാണ് ഈ ഡിഫ്ലക്ഷൻ, നാച്ചുറൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിലെ മരങ്ങൾ, എണ്ണ, ധാതുക്കൾ തുടങ്ങിയ പുനരുത്പാദിപ്പിക്കാൻ കഴിയാത്ത വിഭവങ്ങളുടെ ദൗർലഭ്യത്തിലേക്ക് നയിക്കുന്നു. അമിതമായ ഉപയോഗം പരിസ്ഥിതിക്കും മനുഷ്യജീവിതത്തിനും ഒരു വലിയ ഭീഷണിയാണിത്. എന്താണ് വിഭവശോഷണം? വിഭവശോഷണം എന്നത് ഒരു പ്രദേശത്ത് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളുടെ നിലവിലെ ലഭ്യത കുറയുന്നതിന്, അതായത് നമ്മൾ അതിന്റെ ഉൽപാദനം കുറവായിരിക്കും, പക്ഷെ അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനാണ് ഇത് പെട്ടെന്ന് അത് തീർന്നു പോകുന്ന ഒരു ഇതായതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അത് എന്താ പറയുക, ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഈ വിഭവശോഷണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മരങ്ങൾ വെട്ടുന്നത്, അത് ഇപ്പൊ നമ്മൾ വെച്ചുപിടിപ്പിക്കാൻ വർഷങ്ങളാകും, പക്ഷെ അത് വെട്ടിമുറിക്കാൻ ഒരു 5 മിനിറ്റ് മതി. അപ്പൊ അതുപോലെ നമ്മൾ പെട്രോൾ ആകട്ടെ, ഇപ്പൊ ഒരു കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ, നടന്നു പോണ ദൂരമാണെങ്കിൽ അത് വണ്ടി എടുക്കാതെ നമ്മൾ നടന്നു പോയി തന്നെ, ഇപ്പൊ ഒരു കടയ്ക്ക് പോവുകയാണെങ്കിലും വണ്ടി ഉപയോഗിക്കാതെ നമ്മൾ നടന്നു പോകാം, അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കാം, അതുപോലെയൊക്കെ. അപ്പൊ ആ പെട്രോളിന്റെ ഉപയോഗം കുറച്ച് കുറയും. ഇതുപോലത്തെ നമ്മൾ അതേപോലെ ഇലക്ട്രിസിറ്റി ആവട്ടെ, ഒരു ഫാൻ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ലൈറ്റ് ആയാലും ഫാൻ ആയാലും ഓഫ് ചെയ്തിട്ട് പോവാം. അതുപോലെയൊക്കെ ചെറിയ ചെറിയ ഒരു ഇതിൽ നമ്മൾ അത് സേവിങ് ചെയ്തു വെച്ചാൽ നമ്മൾക്ക് അത് കൂടുതൽ കുറച്ചു കാലത്തേക്ക് കൂടി അതിന്റെ ഉപയോഗം നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. മരങ്ങൾ വെട്ടുന്നത് പുതിയ മരങ്ങൾ വളരുന്നതിനേക്കാൾ വേഗതയിലാണെങ്കിൽ അത് വനനശീകരണത്തിന്, മരങ്ങളുടെ ലഭ്യത കുറയുന്നതിനും കാരണമാകുന്നു. എണ്ണയും ഫോസിൽ ഇന്ധനങ്ങളും ഇവ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനരുത്പാദിക്കാൻ സാധിക്കാത്തവയാണ്. ധാതുക്കൾ ഇവയും ലിമിറ്റഡ് ആയ വിഭവങ്ങളാണ്, അതുകൊണ്ട് അവയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അനന്തരഫലങ്ങൾ: ഭൂമിയിൽ അവശേഷിക്കുന്ന വിഭവങ്ങളുടെ അളവ് കുറയുന്നു. മനുഷ്യ ജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്നത്. വെള്ളം, ഭക്ഷണം, വീട് നിർമ്മിക്കാനുള്ള വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത കുറയുന്നു. പരിഹാരങ്ങൾ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ബോധവാന്മായിരിക്കണം. അതിനാണ് ഞാനിപ്പോ പറഞ്ഞത്, നമ്മൾ പെട്രോൾ ആവട്ടെ, വണ്ടി ഇപ്പൊ അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചു ദൂരം നടന്നു പോവാം, സൈക്കിളിൽ പോവാം. വണ്ടി ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബസ്സിൽ പോവാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇപ്പൊ ഒരു അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ബൈക്ക് ഉണ്ട് പറഞ്ഞ് ബൈക്ക് എടുത്തിട്ട് പോവാം. അപ്പൊ അത് കുറച്ച് നമ്മൾ അതിൽ സേവിങ് ചെയ്താൽ തന്നെ നമ്മൾ പ്രകൃതിയെയും അത് സേവിങ് ചെയ്യുന്ന പോലെ ആയിരിക്കും.
വിഭവങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുനരുപയോഗം, പുനരുൽപാദനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കണം. പുതുക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളുടെ കൂടുതൽ അതായത് പുതുക്കാവുന്ന, അതായത് അതിന് മാത്രം കൂടുതൽ ഇത് ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കാനാവാത്ത അതിൽ കുറച്ച് നമ്മൾ ഇനിയും കുറച്ചും കൂടി അത് സേവ് ചെയ്യുകയാണെങ്കിൽ പ്രകൃതിക്കും നല്ലതായിരിക്കും, ഇനി വരുന്ന ജനറേഷനും അത് നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് മാം. Okay, yes. Next, energy crisis, nuclear energy, radiation energy, and synthetic fuel. That topic. അഫ്സത്ത്. ഞാൻ നാളെ എടുക്കാട്ടോ. ഞാൻ വ്യാഴാഴ്ചയാണ് ഇതാണ്ട് ഇതാക്കിയിട്ടില്ല. ഫ്രൈഡേ ഇപ്പൊ ആരും എടുക്കുന്നില്ല. ടെൻഡൻസീസ് ഓഫ് മാൻ തീർന്നൊക്കെ എനിക്ക് സെമിനാർ എടുക്കുള്ളൂ കേട്ടോ. നാളെ എടുക്കാൻ പറ്റില്ലേ? ഞാൻ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, പിന്നെ ഞാൻ കയറുന്ന ക്ലാസ്സിൽ എടുത്താൽ മതി. ഇപ്പൊ വേണ്ട, ഫ്രൈഡേ ഇനിയിപ്പോ എടുക്കില്ല. മാം, സെമിനാറിന് മാർക്ക് ഇടുവാണെങ്കിൽ എന്റെ ഒഫീഷ്യൽ നെയിം ലീലാമ്മ എന്നാണ്. ജോളി നിട്ട എനിക്ക് മാർക്ക് കിട്ടത്തില്ല. സെമിനാറിന് മാർക്ക് ഇടുവാണെങ്കിൽ എന്റെ ഒഫീഷ്യൽ നെയിം ലീലാമ്മ എന്നാ. ജോളി നിട്ട എനിക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ ഓക്കെ മാം. ഫസ്റ്റ് 1, 2, 3 പോയിന്റ് എടുത്തായിരുന്നു. അത് എന്റെ ടോപ്പിക് ആയിരുന്നു. പ്രിപ്പയർഡ് ആണെന്ന് വെച്ചാൽ ഞാൻ എഴുതി വെച്ചിട്ട് മൈൻഡിൽ കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ. ഈ 9th ടോപ്പിക് ആരുടെയാണ്? ബയോളജിക്കൽ വെപ്പൺ. അതെന്റെയാണ് മാം. മാം ഫ്രൈഡേ ചെയ്താൽ മതിയോ? ഞാൻ ഫ്രൈഡേ ഇല്ല, ഇനിയിപ്പോ ക്ലാസ് ടെൻഡൻസീസ് ഓഫ് മാൻ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ സെമിനാർ. അതെ, ഓക്കെ. ഞാൻ പറഞ്ഞു. ഓക്കെ മാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ അംറൈസ്. ജൈവായുധങ്ങൾ, വൈറസുകൾ, ബാക്ടീരിയ, ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ ഉപയോഗിച്ച് മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ അതും അല്ലെങ്കിൽ സസ്യങ്ങളെ ആക്രമിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ആന്ത്രാക്സ്, ബാക്ടീരിയ, സ്മാൾ പോക്സ്, വൈറസ് മുതലായ ആയുധമായി മാറ്റാനുള്ള ഗവേഷണമാണ് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച്. ഇത് മനുഷ്യന്റെ ജീവിതത്തിന് വലിയ ഭീഷണിയാണ്. കാരണം ഒരിക്കൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മഹാമാരി പോലെ ഇത് പടർന്ന് പന്തലിക്കും. ഇനി ന്യൂക്ലിയർ ആംസ് റേസ്. വിവിധ രാജ്യങ്ങൾ തമ്മിൽ അധിക ശക്തമായ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ നടത്തുന്ന മത്സരമാണിത്. അമേരിക്ക, റഷ്യ തുടങ്ങിയ വലിയ രാജ്യങ്ങൾ തമ്മിൽ ശീതയുദ്ധകാലത്ത് ആരംഭിച്ച ആംസ് റേസ് ഇന്നും തുടരുന്നു. ഇതിന്റെ അപകടം ഒരു ചെറിയ സംഘർഷം പോലും ആണവായുധത്തിലേക്ക് നയിക്കും. മനുഷ്യ ജീവിതം, പരിസ്ഥിതി, ഭൂമിയുടെ ഭാവി എല്ലാം തന്നെ ഇതോടുകൂടി അപകടത്തിലാകുന്നു. സുരക്ഷാ സംഘടനകളായ UN, WHO, IAEA എന്നിവ ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ മാം. ഓക്കെ, യെസ്. എന്താണ് ജൈവായുധങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജൈവായുധങ്ങൾ എന്തൊക്കെയാണെന്ന്? അതായത് നമ്മുടെ മനുഷ്യരെയോ മൃഗങ്ങളെയോ സസ്യങ്ങളെയോ എന്താണ് ഉപദ്രവിക്കാനോ കൊല്ലാനോ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. അവയാണ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ വിഷവസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ ആയുധങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എടുക്കട്ടെ. അടുത്ത ടോപ്പിക് ആരുടെയാണ്? അടുത്തതല്ല, ഇതിന് ഫസ്റ്റിലത്തെ 1, 2, 3 ടോപ്പിക് ആയിരുന്നു. ഡിപ്ലഷൻ ഓഫ് ഓസോൺ ലെയർ, ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അത് ഒരുപാടുണ്ടോ? അത് ആ ടോപ്പിക് ആരെങ്കിലും എടുത്തോ? കേട്ടില്ല തസ്നി. ആ ടോപ്പിക് എനിക്കായിരുന്നു മാം തന്നിരുന്നത്. ചോദിക്കുന്നത് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടോ വായിക്കാനായിട്ട്? സമയം ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ് തസ്നി, അത് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒക്കെ എടുക്കാത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുക്കണം കേട്ടോ. ഓക്കെ, എടുത്തോളാം. പറഞ്ഞോളൂ.
മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സിലെ ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ആണ് പറയുന്നത്. ഓക്കെ, ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ എന്നാണ് എന്റെ ടോപ്പിക്. ഗ്രീൻ ഹൗസ് ആൻഡ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, ഡിഫ്ലഷൻ ഓഫ് ദ സോയിൽ ഇറോഷൻ ആൻഡ് ഡിസ്ട്രഫിക്കേഷൻ ആൻഡ് ഗ്രോത്ത്, അതാണ് എന്റെ ടോപ്പിക്. ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ ശോഷണം, ഓസോൺ ലെയറിന്റെ ശോഷണമാണ്. ഓസോൺ ലെയറിന്റെ ശോഷണം എന്ന് പറയുന്നത് ഇപ്പം ജ്യോതിക ക്ലാസ് എടുത്ത പോലെ തന്നെ നമ്മുടെ ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന വിള്ളല്, ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന ഒരു ഇത് നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങളൊക്കെയാണ് ഓസോൺ ലെയർ ശോഷണം എന്നൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലും വാഹനങ്ങളുടെ പുക, അങ്ങനെയുള്ള മലിനീകരണമായിട്ടുള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മലിനീകരണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഓസോൺ ലെയറിനെ ഏറ്റവും എഫക്റ്റ് ആയിട്ട് ബാധിക്കുന്നത്. അത് നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഓസോൺ ലെയറിന്റെ ശോഷണം എന്ന് പറയുന്നത്. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ പച്ചപ്പിന്റെ നഷ്ടപ്പെടുന്നതും, ഗ്ലോബൽ വാർമിംഗ് ആഗോളതാപനം, നമ്മുടെ വനനശീകരണം പോലുള്ള കാര്യങ്ങൾ, നമ്മൾ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാത്തത്, കൂടുതലും മരങ്ങൾ സാധനങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത്, ചെറിയ ചെറിയ ഇതെല്ലാം നമ്മൾ എന്താ പറയുക, ഇപ്പൊ എല്ലാവരും പച്ചപ്പിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വീട്ടിലാണെങ്കിലും അലങ്കാരത്തിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും പൂക്കൾക്ക് പകരം നശിച്ചു പോവാത്ത രീതിയിലുള്ള അലങ്കാരത്തിന് വേണ്ടി മാത്രം വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മാറിയിട്ടുണ്ട്. കൂടുതലും ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ വനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളൊക്കെ കൂടുതലായിട്ട് വെട്ടി നശിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗ്രീൻ ഹൗസ്, നമ്മുടെ ആ ഒരു പച്ചപ്പിനെ നശിപ്പിക്കുന്നതിന്റെ കാരണമാവുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആൻഡ് സോയിൽ ഇറോഷൻ, നമ്മുടെ മണ്ണൊലിപ്പ്, കൂടുതലായിട്ടും മണ്ണൊലിപ്പ് തടയുന്നതിന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ കൂടുതലും നമ്മൾ വേരുകളൊക്കെ പാകുന്നത് കൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാവാതെ കൂടുതലും നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ മണ്ണ് ഉണ്ടാവുന്നത്. അത് മണ്ണുണ്ടായാൽ മാത്രമാണ് നമുക്ക് മരങ്ങളും സ്ഥലങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മണ്ണൊലിപ്പ് തടയുന്നത് വേണ്ടിയിട്ടാണ് വനങ്ങൾ, സംഭവങ്ങൾ, അങ്ങനെ നമ്മുടെ മഴ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹരിതം, നമ്മുടെ ഒരു ഭൂമിയിൽ പച്ചപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളുന്നതും ഹൈഡ്രജൻ, നമ്മുടെ ഓക്സിജൻ ശുദ്ധീകരിക്കുന്നതിന്, ഇതെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം ഏറ്റവും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ മരങ്ങൾ നശിപ്പിക്കുക, കൂടുതലാണ്ട മലിനീകരണങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ഏത് ടോപ്പിക്കാണ് എടുക്കാനുള്ളത്? ഇനി 10th പോയിന്റ് ആണ് മാം. മേജർ എൻവയോൺമെന്റൽ ത്രെഡ്സിലെ 10th പോയിന്റ്, കോൺക്വയറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്. മീസ് റെഡിയാണോ? റെഡിയാ മാം. എടുത്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൺക്വയറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ് ആണ്. നമ്മളിപ്പോൾ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സിനെ കുറിച്ച് പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കൺക്വയറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ് എന്ന് പറയാം? മനുഷ്യൻ തന്റെ അറിവിനെയും സാങ്കേതിക കഴിവിനെയും വികസിപ്പിക്കാൻ നടത്തുന്ന ഏറ്റവും വലിയ സാഹസിക ശ്രമങ്ങളിൽ ഒന്നാണ് ബഹിരാകാശ വിജയം എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ബഹിരാകാശ വിജയം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കടന്ന് ബഹിരാകാശത്തെ ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യന്റെ പുരോഗതിക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സയന്റിഫിക് ഇൻക്വയറി, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, കൊളോണൈസേഷൻ, ഇതൊക്കെയാണ്. ഇതില് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാല് ഗ്രഹങ്ങള്, ഉപഗ്രഹങ്ങള്, നക്ഷത്രങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പ്ലോറേഷൻ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്നത് റോക്കറ്റുകൾ, പേടകങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇങ്ങനെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ എന്നിവയുടെ വികസനത്തെയാണ് പറയുന്നത്. സയന്റിഫിക് എൻക്വയറി എന്നത് ബഹിരാകാശത്തെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ഒരു വലിയ ഒരു ലബോറട്ടറി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നത് ഗ്രഹങ്ങളിൽ നിന്നോ ഗ്രഹശകലങ്ങളിൽ നിന്നോ ധാതുക്കളും മറ്റു വിഭവങ്ങളും ശേഖരിച്ച് പ്രയോജനപ്പെടുത്തുകയാണ്. കൊളോണൈസേഷൻ എന്നാൽ ഭാവിയിൽ മനുഷ്യൻ ചൊവ്വ പോലെയുള്ള മറ്റു ഗ്രഹങ്ങളിൽ സ്ഥിരതാമസത്തിനുള്ള സാധ്യത കാണും. ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നത് 1950 to 17 ഏജില്
നടന്ന ശീതയുദ്ധകാലവും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ കടുത്ത മത്സരമാണ് ബഹിരാകാശ വിജയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത്. യൂറി ഗാഗറിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രയും അമേരിക്കയുടെ ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ 11 ദൗത്യവും ചരിത്രത്തിലെ വലിയ നേട്ടങ്ങളാണ്. പിന്നെ ബഹിരാകാശ വിജയം സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും 2 ഭീഷണികളാണ് മുന്നോട്ട് വെക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോക്കറ്റ് എമിഷനും സ്പേസ് ഡെബറിസും. ഇതിൽ റോക്കറ്റ് വിക്ഷേപണത്തിൽ നിന്നുള്ള പുറന്തള്ളലുകള് ഗ്ലോബൽ വാർമിങ്ങിനും ഓസോൺ പാളി ക്ഷയത്തിനും കാരണമാകുന്നു. സ്പേസ് ഡെബറിസ് ബഹിരാകാശ മാലിന്യം എന്നത് പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളുടെ ഭാഗങ്ങളും കൂട്ടിയിടിച്ച് അപകടം സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഇത് ഭൂമിയിലേക്കും വീഴാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ത്രെഡ്സ് ഫ്രം റോക്കറ്റ് എമിഷൻസ് ഭീഷണികൾ, റോക്കറ്റ് പുറന്തള്ളലുകളിൽ നിന്നുള്ള ഭീഷണി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് റോക്കറ്റ് വിക്ഷേപണങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് CO2 പ്രത്യേകിച്ച് ബ്ലാക്ക് കാർബൺ എന്നിവ മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ബ്ലാക്ക് കാർബൺ ചൂട് വളരെയധികം ആഗിരണം ചെയ്യുന്ന ഒന്നാണ്. അത് ഗ്ലോബൽ വാർമിങ്ങിനും അന്തരീക്ഷ പ്രവാഹത്തിനും വലിയ സ്വാധീനം ചെലുത്തുന്നു. അടുത്തത് ഓസോൺ ഡിപ്ലേഷൻ. അത് ചില റോക്കറ്റ് ഇന്ധനങ്ങളിൽ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് സംരക്ഷകമായ ഓസോൺ പാളിയെ തകർക്കുന്നു. ഇതുമൂലം ഭൂമിയിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ ബാധ കൂടുകയും ക്രൈംബ്രിഡ്ജ് സർവകലാശാല ഉൾപ്പെടെ നടത്തിയ പഠനങ്ങൾ പ്രകാരം സ്ഥിരമായ വിക്ഷേപണങ്ങൾ ഓസോൺ പാളിയുടെ പുനർസ്ഥാപനത്തെ തടസ്സപ്പെടുത്താനിടയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അറ്റ്മോസ്ഫിയർ ഡിസ്പ്രഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷ തടസ്സം. ഇത് റോക്കറ്റ് ഇന്ധനത്തിലെ രാസവസ്തുക്കളും വിഷവാതങ്ങളും നേരിട്ട് സ്ട്രാറ്റോസ്ഫിയർ, അതായത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന തലത്തിൽ പ്രവേശിക്കുന്നു. ഇവ ദീർഘകാലം നിലനിൽക്കുകയും അന്തരീക്ഷ ചൂടും നാശവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ബഹിരാകാശ മാലിന്യങ്ങളിൽ നിന്നുള്ള ഭീഷണി എന്ന് പറയുന്നത് നേവിഗേഷൻ ഹസാർഡ്, സഞ്ചാര ഭീഷണി. പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും ഉപേക്ഷിച്ച റോക്കറ്റ് ഭാഗങ്ങളും ചേർന്ന് ബഹിരാകാശ മാലിന്യം രൂപപ്പെടുന്നു. ഇവ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. റിസ്ക് ടു എർത്ത്, ഭൂമിയിലേക്കുള്ള അപകടം എന്നത് ഭൂരിഭാഗം മാലിന്യങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഇത് കത്തിപ്പോകുന്നു. എന്നാൽ വലിയ ഭാഗങ്ങൾ ചിലപ്പോൾ ഭൂമിയിലെത്തും. 1978 കോസ്മോസിന്റെ 1954 എന്ന ഉപഗ്രഹം ഭൂമിയിലേക്ക് വീണ് കാനഡയുടെ വടക്കൻ പ്രദേശങ്ങൾ റേഡിയോ ആക്റ്റീവ് മാലിന്യം ചിതറിപ്പാർത്ത ഒരു സംഭവം ഇതിന് ഉദാഹരണമാണ്. ഇനി ഇമ്പാക്ട് ഓൺ ക്രിട്ടിക്കൽ സിസ്റ്റം. ബഹിരാകാശ മാലിന്യങ്ങളുടെ വർധനവ് സെൻസറുകൾക്കും റേഡിയോ തരംഗങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കും. ഇതോടെ കാലാവസ്ഥാ നിരീക്ഷണം, ദുരന്ത മുന്നറിയിപ്പ്, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഇനി ബഹിരാകാശ ഗവേഷണത്തിന്റെ പരിസ്ഥിതി പ്രഭാവം അന്താരാഷ്ട്ര സുസ്ഥിര വികസന പദ്ധതികളിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ഇതിന് കൂടുതൽ ശ്രദ്ധയും പ്രവൃത്തിയും ഒക്കെ അനിവാര്യമാണ്. ടോപ്പിക് ഏതായിരുന്നു? 8ആണോ? നസ്രത്തിന്റെ ടോപ്പിക് ഏതായിരുന്നു? 8 ഏതാണ്? 8 അല്ലേ? 8 തന്നെ എടുത്തോളൂ. കുറച്ച് സമയമല്ലേ, എടുത്തോളൂ, കുഴപ്പമില്ല. ഹോസ്പിറ്റലിലാണ് മോളെയും കൊണ്ട്. ഞാൻ നാളെ എടുത്താൽ മതിയോ അടുത്ത ക്ലാസ്സില്? നാളെ എല്ലാം ഇനിയിപ്പോ നെക്സ്റ്റ് പ്രൈവറ്റ് എടുത്താൽ മതി കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, ശരി. ഓക്കെ. നിങ്ങൾ മേജർ ഗ്ലോബൽ വാർമിംഗ് എൻവയോൺമെന്റൽ ത്രെറ്റ്സിന്റെ ഓരോ ഹെഡ്ലൈൻസും പഠിച്ചു വെക്കണം കേട്ടോ. എക്സ്പ്ലനേഷൻസ് എല്ലാം ഹെഡ്ലൈൻസ് ഒന്ന് നോക്കി വെക്കാം. റിസോഴ്സ് ഡിപ്ലേഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? 6 ഡിഫ്ലേഷൻസ് വരുന്നുണ്ട്. 6 ഡിഫ്ലേഷൻസും അതേപോലെ തന്നെ അതിന്റെ ഹെഡ്ലൈൻസും പഠിക്കുക. ഏതൊക്കെ ഡിഫ്ലേഷൻസ് ആണ്? ഗ്രൗണ്ട് വാട്ടർ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജനറ്റിക് ആൻഡ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് ആൻഡ് നോൺ റിനവബിൾ റിസോഴ്സസ്. ഈ ഹെഡ്ലൈൻസ് ഓർത്ത് വെക്കാം എല്ലാവരും. പിന്നെ പ്രത്യേകമായിട്ട് പറയണേ, എല്ലാവരും നമ്മുടെ തരുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് കൂടി നന്നായിട്ട് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചോളാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ചോദിക്കുന്ന ഒരു കൺഫ്യൂഷൻസ് വരരുത് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇതില് ഈ 3 ആക്ട്സുകൾ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 ആക്ട് ഉണ്ട്. 4 ആക്ട് ഓർത്ത് വെക്കുക കേട്ടോ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന്റെ കീഴിലുള്ള ആക്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഇയർ പഠിക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്ലാസ്സിൽ നമ്മള്
ഫുൾ 3 എടുക്കുക. അപ്പൊ ബാക്കി 3-ലുള്ളത് നിങ്ങൾ ഏതാ ചോദിച്ചിപ്പോ? കൺസ്ട്രക്ഷനോ എന്താ ടോപ്പിക്കിന് വരുന്ന സെൽഫ് കൺസ്ട്രക്ഷൻ. ഞാൻ എടുക്കുന്ന ടോപ്പിക് അല്ല കേട്ടോ, അതാ ചാൻസ് എടുക്കുക. ഓക്കെ മാം. ഗ്രൂപ്പിനകത്ത് ആ പോർഷൻ എടുത്തേന്ന് പറഞ്ഞായിരുന്നേ, അതാ ചോദിച്ചത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് വേണ്ടത് ഇപ്പൊ യൂണിറ്റ് 10-ഓ യൂണിറ്റ് 9 മാത്രമല്ലേ കിട്ടാനുള്ളൂ? കിട്ടില്ലേ? ഓക്കെ, ഇപ്പൊ തന്നെ കിട്ടും കേട്ടോ, ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു. മാം.